ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ ക്യാരക്ടേഴ്സിൽ വന്നു പോകുന്നുണ്ട്, കുറേ സീൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. അപ്പോൾ ഈ മൂവി കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഈ മൂവി കണ്ടവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്, സ്പോയിലർ അലേർട്ട്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് 2018. നമ്മുടെ വെയ്ഡ് വിൽസന്റെ കയ്യിൽ നമ്മുടെ കേബിളിൻ്റെ ടൈം ട്രാവൽ ഡിവൈസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ആളുടെ എർത്ത് എന്ന് പറയുന്നത് 10005, അതിൽ നിന്ന് സേക്രഡ് ടൈം ലൈനായ എർത്ത് 616ലേക്ക് ആൾ പോകുന്നു. അവിടെ പോയിട്ട് നമ്മുടെ ഹാപ്പി ഹോഗനെ പോയി കാണുന്നു. ഹാപ്പി ഹോഗൻ്റെ അടുത്ത് ആൾക്ക് അവഞ്ചേഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ നൈസായിട്ട് ഹാപ്പി ഹോഗൻ അതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഡെഡ്പൂളിനെ. 6 വർഷം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് 6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വെയ്ഡ് വിൽസൺ തന്നെ ഈ ഡെഡ്പൂള് ആ പരിപാടികളൊക്കെ മാസ്ക് കാര്യങ്ങളൊക്കെ എല്ലാം ഊരി വെച്ച് ആള് ഒരു സെയിൽസ്മാനായിട്ട് ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ആളുടെ ഗേൾ ഫ്രണ്ടായിട്ട് ഉടക്കി അവർ പിരിഞ്ഞു. പക്ഷെ ഒരു ദിവസം വെയ്ഡ് വിൽസന്റെ നമ്മുടെ ഡെഡ്പൂളിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് എല്ലാവരും കൂടിയൊക്കെ ആയിരുന്നു. നമ്മുടെ ഇവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അടക്കം വന്നിട്ടുണ്ടായിരുന്നു അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. അന്ന് ലോക്കിയിൽ കാണിക്കുന്ന TVA ടൈം വേരിയൻസ് അതോറിറ്റി അവിടെ വരാണ്. എന്നിട്ട് നമ്മുടെ വെയ്ഡിനെ പിടിച്ചുകൊണ്ട് പോകാനാണ് കാണിക്കുന്നത്. വെയ്ഡിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് പാരഡോക്സിന്റെ മുന്നിലേക്കാണ് വെയ്ഡിനെ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത്. പാരഡോക്സ് ഈ ടൈം വേരിയൻസ് അതോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ലോക്കി എന്ന് പറഞ്ഞ സീരീസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. ഈ ടൈം കൺട്രോൾ ചെയ്യുന്ന സീക്രട്ട് ടൈം ലൈൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ്. അപ്പം നമ്മുടെ വെയ്ഡിനെ വിളിച്ചുകൊണ്ടുപോയിട്ട് പാരഡോക്സ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെയ്ഡുള്ള ആ ടൈം ലൈൻ അവസാനിക്കാൻ പോവുകയാണ്. അത് പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആങ്കർ ബീയിങ് എന്ന് പറയുന്നത് നമ്മുടെ വോൾവേറിൻ ആയിരുന്നു. അതുകൊണ്ട് ലോഗൻ മരിച്ച കാരണമുണ്ട്. ലോഗൻ എന്ന് പറയുന്നത് നമ്മൾ വോൾവേറിനെയാണ് പറയണത്. അതിലും മരിക്കുന്നുണ്ട്. അത് നമുക്കൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടതിനേക്കാൾ മുമ്പ് ലോഗൻ പറഞ്ഞിട്ടുണ്ട്. അതിലാളെ മരിക്കുന്നതും ആളെ കുഴിച്ചിടുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റൻസിൽ ലോഗൻ മരിക്കുകയാണ്. ആളായിരുന്നു അതിൻ്റെ ആങ്കർ ബീൻ. ആ യൂണിവേഴ്സ് അവസാനിക്കുകയാണെന്ന് പറയണട്ടെ. അപ്പോൾ പാരഡോക്സ് നമ്മുടെ ഡെഡ്പൂളിനെ അവിടെ നിന്ന് പറിച്ച് എർത്ത് 616ലേക്ക് നടാം എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ പക്ഷെ നമ്മുടെ ഡെഡ്പൂളിന് ആകെ ആളുടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ഫ്രണ്ട്സായ ആളുടെ എക്സ് ഗേൾ ഫ്രണ്ട്സും ബാക്കി ക്ലോസ് ഫ്രണ്ട്സൊക്കെ എല്ലാം ഉള്ളത് അവൻ്റെ 1005 എർത്തിലാണ്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തണം എന്ന് അവന് മനസ്സിലാക്കുന്നു. അവൻ വേഗം നമ്മുടെ പാരഡോക്സിൽ നിന്ന് ടെംപാഡ് അടിച്ചു മാറ്റിയിട്ട് ആള് ഓരോ യൂണിവേഴ്സിൽ പോയിട്ട് ഓരോ വോൾവറിനെ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് അവരുടെ യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, ആങ്കർ ബീനാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ യൂണിവേഴ്സ് രക്ഷപ്പെടും. അതിന് വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അത് നല്ല രസകരമായ സീനാണ്. അവിടെ നിന്ന് ടെമ്പേടെ അടിച്ചു മാറ്റി ഓരോ യൂണിവേഴ്സിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. വോൾവറിനെ അന്വേഷിച്ച് അങ്ങനെ വോൾവറിനുകളെ അന്വേഷിച്ച് നടന്നിട്ട് ലാസ്റ്റിൽ ഒരു വോൾവറിനെ കിട്ടുന്നുണ്ട് നമ്മുടെ ഡെഡ്പൂളിന്. ആ വോൾവറിനാണെങ്കിൽ ഓൾറെഡി ആളുടെ യൂണിവേഴ്സ് നശിപ്പിച്ചിട്ട് വന്ന ഒരു വോൾവറിനായിരുന്നു. അതിൻ്റെ സെൻറ്റിമെൻറ്റ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വോൾവറിനെയാണ് നമ്മുടെ ഡെഡ്പൂള് പാരഡോക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. ഇത് കണ്ട പാരഡോക്സ് പെട്ടെന്ന് ഈ രണ്ടുപേരും പ്രൂൺ ചെയ്ത് വോയിഡിലേക്ക് തട്ടാണ്. വോയിഡ് എന്ന് പറയുന്നത് ഇതുപോലെ പ്രൂൺ ചെയ്ത് ആൾക്കാരെ കൊണ്ടിടുന്ന സ്ഥലമാണ് വോയിഡ്. അത് ഈ പറഞ്ഞ പോലെ ലോക്കിയിലാണ് ആ സ്ഥലമൊക്കെ കാണിക്കുന്നത്. അവിടെ വെച്ച് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ കാണും. പക്ഷെ സ്റ്റീവ് റോജേഴ്സ് അല്ല അവിടെ കാണുന്നത്. നമ്മൾ അവിടെ കാണുന്നത് ജോണി സ്റ്റോമാണ്. ജോണി സ്റ്റോം എന്ന് പറയുന്നത് പണ്ടത്തെ ഫാന്റാസ്റ്റിക് ഫോറിൽ തീയായിട്ട് മാറുന്ന ആ സ്റ്റോം. അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റീവ് റോജേഴ്സ് ആയിട്ട് അഭിനയിച്ച ആൾ തന്നെയാണ് അവിടെയും അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ക്യാരക്ടർ ഇവിടെ വരുമ്പോൾ നമുക്ക് ആദ്യം വിചാരിക്കും നമ്മൾ ക്യാപ്റ്റൻ അമേരിക്കയെന്ന്. പക്ഷേ ശരിക്കും അവിടെ ഫാന്റാസ്റ്റിക് ഫോറിൽ ജോണി സ്റ്റോമാണ് വരുന്നത്. അങ്ങനെ ലോഗനും ജോണി സ്റ്റോമും ഡെഡ്പൂളും വോയിഡിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അതേ സമയം തന്നെ കസാൻഡ്ര എന്ന് പറയുന്ന വില്ലത്തി ആളുടെ ഗാങ്സ്റ്റേഴ്സ് വന്നിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോകും. കസാൻഡ്ര നോവ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്മാനിലെ ചാൾസ് സേവിയർ പ്രൊഫസറിന്റെ ട്വിൻ സിസ്റ്റർ ആണെന്ന് പറയാന്. പുള്ളിക്കാരിനെ നേരത്തെ പ്രൂൺ ചെയ്ത് ഇവിടെ കൊണ്ടിട്ടേക്കാണ്. പുള്ളിക്കാരിയാണ് വോയിഡിന്റെ ഉള്ളിലെ ഒരു ഗാങ്സ്റ്റർ കീപ്പ് ചെയ്യുന്നത്. ആളവിടെ ഭരിക്കുകയാണ് വോയിഡിനെ. അവിടെ ആലിയോത്ത് എന്ന് പറഞ്ഞ ഒരു ക്ലൗഡ് ഉണ്ട്, മോൺസ്റ്റർ ക്ലൗഡ് ഉണ്ട്. അപ്പോൾ അതിനെ ഇതുപോലെ ആൾക്കാരൊക്കെ തിരിച്ച് ആളവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കസാൻഡ്രയ്ക്കാണെങ്കിൽ എല്ലാവരുടെയും ബ്രെയിനിനെ, ചാൾസിൻ്റെ പോലെ തന്നെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെഡ്പൂളിൻ്റെ ബ്രെയിനിൽ കയറി കൺട്രോൾ ചെയ്ത് പുള്ളിക്കാരി ആളുടെ ഫീലിങ്സിനെ പസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി പുള്ളിക്കാരി എലിയോത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതുകൊണ്ട് ആളെ ബ്ലോക്ക് ചെയ്ത് ഇന്നാക്റ്റീവായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ വോൾവേറിൻ അവനെ ബോധത്തിൽ വരുത്തിച്ചിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടാണ് കസാൻഡ്രയുടെ അവിടെ നിന്ന്. പക്ഷെ ജോണി സ്റ്റോമിനെ പുള്ളിക്കാരി അവിടെ വെച്ച് കൊല്ലാണ് ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് മാറ്റേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന സമയത്താണ് ഓൺ ദി വേ നമ്മുടെ നൈസ് പൂളിനെ കാണുന്നത്. നൈസ് പൂളിൻ്റെ അടുത്ത് ഒരു പട്ടിയുണ്ട്, ഡോഗ് പൂൾ എന്ന് പറഞ്ഞിട്ട്. ഈ വോയിഡിന്റെ ബോർഡർ ലാൻഡ് അറ്റാണ്. പുള്ളിക്കാരൻ ഒരു കാറ് കൊടുക്കും.
ഹോണ്ട ഒഡീസി ബാക്കിയുള്ള ആൾക്കാരെ അന്വേഷിച്ച് കസാൻഡ്രയുടെ അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഈ വോയിഡിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ലോഗൻ ഇവന് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ലോഗൻ്റെ യൂണിവേഴ്സും രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഡെഡ്പൂളിനെ ലോഗൻ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ പിന്നീടാണ് ലോഗന് മനസ്സിലാവുന്നത് ഡെഡ്പൂൾ അവനെ പറ്റിക്കായിരുന്നു, അവൻ്റെ ലോകം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനെ കൊണ്ടുപോകണമെന്ന് മനസ്സിലായി. എന്നിട്ട് അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഇവർ മാക്സിമം അങ്ങോട്ട് കുത്തി ലാസ്റ്റിൽ ബോധമില്ലാണ്ടാവുന്നു. അവിടെ നിന്ന് ലോറ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിനേക്കാൾ മുമ്പ് ലോഗൻ മൂവിയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ലോഗന്റെ ജീവനെ എടുത്തുണ്ടാക്കിയ ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇവർ രണ്ടുപേരെയും ബോധമില്ലാണ്ട് കിടക്കുമ്പോൾ അവരുടെ ഒരു കേവിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് നമ്മുടെ പഴയ സൂപ്പർ ഹീറോസിനെ കാണിക്കുന്നത്. ബ്ലേഡ്, ഇലക്ട്ര, ഗ്യാബിറ്റ് ഇവരവിടെ വെച്ച് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ പണ്ടത്തെ മൂവീസാണ്, ബ്ലേഡിന്റെ മൂവിയൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും, അടിപൊളിയാണ്. പിന്നെ ഇലക്ട്ര, ഗ്യാബിറ്റ്, അപ്പോൾ അവര് വെച്ച് അവിടെ കാണാൻ ലോറ, അങ്ങനെ നാലുപേരും പിന്നെ നമ്മുടെ ഡെഡ്പൂൾ, ലോഗൻ. അപ്പോൾ ഇവരെല്ലാവരും ടീമപ്പായിട്ട് നമ്മുടെ കസാൻഡ്ര അടുത്ത് പോയിട്ട് വോയിഡിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാൻ പോവാണ്. പക്ഷേ കസാൻഡ്ര നോവയുടെ പുള്ളിക്കാരിയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു ഹെൽമെറ്റ് പിടിപ്പിച്ച ആൾക്ക് ബ്രെയിൻ കൺട്രോൾ നിർത്തും. അത് കിട്ടണമെങ്കിൽ ആ ഹെൽമെറ്റ് എന്ന് പറയുന്നത് ജാഗർ നോട്ടിന്റെ ഹെൽമെറ്റ് പുള്ളിക്കാരിയുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ അറ്റാക്ക് ചെയ്യാണ് നമ്മുടെ കസാൻഡ്ര നോവയുടെ ആ ഗുഹ എന്ന് പറയുന്നത് നമ്മുടെ ജൈന്റ് ആൻഡ് മാൻ മരിച്ചു കിടന്നിട്ട് അതിന്റെ അസ്ഥി കൂടാണ് പുള്ളിക്കാരിയുടെ താവളം. അപ്പോൾ അവിടേക്കാണ് ഇവർ ചെന്ന്, അവിടെയും കുറേ എക്സ്മെൻ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്, സൈബർ ടൂത്തും അങ്ങനെ പല നല്ല പണ്ടത്തെ ക്യാരക്ടേഴ്സിനെ കുറേ പേരെ കാണിക്കുന്നുണ്ട്. അവരായിട്ട് കസാൻഡ്രയുടെ ഗ്യാങ്ങാണ് അവരായിട്ട് നമ്മുടെ ഈ 6 പേര് ഫൈറ്റ് ചെയ്ത് ഡെഡ്പൂളും വോൾവേറിയനും കസാൻഡ്രയിലേക്ക് എത്തുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ വോൾവേറിയന്റെ ബ്രെയിൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ഡെഡ്പൂളിനെ ഇടിച്ചിടുന്നു. പിന്നെ ലോറ ജാഗർനെറ്റിന്റെ ഹെൽമെറ്റ് എടുത്ത് എറിയും നമ്മുടെ ഡെഡ്പൂളിന്റെ അടുത്തേക്ക്. ഡെഡ്പൂൾ ആ ഹെൽമെറ്റ് എടുത്ത് കസാൻഡ്ര നോവയുടെ തലയിൽ വയ്ക്കും. അങ്ങനെ കസാൻഡ്ര നോവനെ കൺട്രോൾ ചെയ്യും. അതേസമയം തന്നെ കസാൻഡ്ര നോവനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാരഡോക്സ് ടിവിയുടെ അവിടെ നിന്ന് ഒരു കില്ലറിനെ വിട്ടിട്ടുണ്ടായിരുന്നു, പയറോ എന്ന് പറഞ്ഞ ഒരാളെ. എന്നാൽ പുള്ളിക്കാരി കുറച്ച് ബർഡനായി തുടങ്ങി, അതുകൊണ്ട് പുള്ളിക്കാരിനെ തട്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ ഹെൽമെറ്റ് വെച്ച വഴി പയറോ അവിടേക്ക് വരികയും ഇവളെ വെടിവെക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവർക്കാണെങ്കിൽ ഇവളുടെ ഡെഡ്പൂളിനും വോൾവറിനും ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് വേണം. എങ്ങനെയാണ് ഈ വോയിഡിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം, എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവർ ഈ ഹെൽമെറ്റ് അയച്ചാലാണ് അവൾ പറയുള്ളൂ എന്ന് പറയും. ഹെൽമെറ്റ് അയച്ചു കഴിഞ്ഞാൽ അവൾ വെടിയുണ്ട അവൾക്ക് മാറ്റാൻ പറ്റും, അവൾ രക്ഷപ്പെടും. തിരിച്ച് ബ്രെയിൻ ഇവരുടെ കൺട്രോൾ ചെയ്യും. പക്ഷേ എന്നാലും ഇവർക്ക് രക്ഷപ്പെടുകയും വേണം. ലാസ്റ്റിൽ ഇവർ പ്രോമിസ് ചെയ്യിപ്പിച്ച ഹെൽമെറ്റ് മാറ്റും. എന്നിട്ട് ഇവരെ ബ്രെയിൻ കൺട്രോൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും വോൾവറിൻ പറയും, എൻ്റെ പ്രൊഫസർ ചാൾസ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചെയ്യുക, ആള് നിങ്ങളെ എന്തായാലും രക്ഷപ്പെടുത്തും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പുള്ളിക്കാരി സെന്റിമെന്റ്സിൽ വീഴ്ത്താ ചെയ്യണ വോൾവറിൻ. അങ്ങനെ പുള്ളിക്കാരി ഇവർ രണ്ടുപേരെയും ഈ വോയിഡിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ആ മോതിരാണ്. അത് വെച്ചിട്ട് പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് ഈ വോയിഡിൽ നിന്ന് നമ്മുടെ വോൾവറിനെയും ഡെഡ്പൂളിനെയും പുറത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡെഡ്പൂളിൻ്റെ ടൈം ലൈനായ എർത്ത് 10005 അതെന്തായാലും പതുക്കെ ഡിമിനിഷ് ആയതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ മേഴ്സി കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരഡോക്സ് ഒരു ടൈം റിപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ടിവിനെ അറിയിക്കാതെ ആ ടൈം റിപ്പർ ഉണ്ടാക്കിയിരുന്നത് അത് പതുക്കെ നമ്മുടെ ഡെഡ്പൂളിൻ്റെ എർത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിങ്ങനെ പതുക്കെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് മേഴ്സി കില്ലിങ് പോലെയായിരുന്നു അത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഡെഡ്പൂളും ലോഗനും അതായത് വോൾവറിനും എത്തുന്നത്. അവിടെ എത്തി. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ കസാൻഡ്രനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പാരഡോക്സ്. അപ്പോൾ അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് പാരഡോക്സ് നമ്മുടെ കസാൻഡ്ര നോവ അവിടേക്ക് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ മോതിരം, അതായത് ടൈമും റിയാലിറ്റിയും മിക്സ് ചെയ്തിട്ടുള്ള ഇൻഫിനിറ്റ് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ള ഉണ്ടാക്കിയിരുന്ന ആ മോതിരം ഇട്ടിട്ട് പുള്ളിക്കാരിയും അവിടേക്ക് പോർട്ടൽ തുറന്നു വരുന്നു. പാരഡോക്സിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. പാരഡോക്സിൻ്റെ അടുത്ത് പകരം വീട്ടാൻ വേണ്ടിയിട്ട് പാരഡോക്സിൻ്റെ ടൈം റിപ്പർ യൂസ് ചെയ്തിട്ട് പുള്ളിക്കാരി ഈ യൂണിവേഴ്സ് മാത്രമല്ല എല്ലാം യൂണിവേഴ്സ് നശിപ്പിക്കാനുള്ള പ്ലാൻ ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ വോൾവേറിനും ഡെഡ്പൂളും നമ്മുടെ പാരഡോക്സിനെ ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന് മനസ്സിലായ വഴി ഡെഡ്പൂൾ കോപ്സിൽ നിന്ന് എല്ലാ ഡെഡ്പൂളിലെയും പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് എർത്ത് 1005 കൊണ്ടുവരും. അവർ തമ്മിൽ പിന്നെ ഫൈറ്റാണ് ഡെഡ്പൂളും വോൾവറിൻ വേഴ്സസ് നമ്മുടെ ഡെഡ്പൂൾ കോപ്സ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് വേരിയൻസ്, ഡെഡ്പൂളിൻ്റെ എല്ലാ വേരിയൻസും വന്നിട്ട് ഭയങ്കര ഫൈറ്റാണ്, തറപറ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പാരഡോക്സിനകത്തേക്ക് നമ്മുടെ ഡെഡ്പൂളും വോൾവറിൻ എത്തുന്നു. എന്നിട്ട് ചോദിക്കുക എന്താണ് സംഭവം നടക്കേണ്ടത്. അപ്പോൾ പറയും കസാൻഡ്ര നോവ എല്ലാം യൂണിവേഴ്സ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈം റിപ്പർ വെച്ചിട്ട്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു കണ്ടക്ടറായിട്ട് മാറണം. അത് ആ ഡിവൈസിൻ്റെ ഇടയിൽ നിങ്ങളുടെ ബോഡി യൂസ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്തിട്ട് ഈ ടൈം റിപ്പറിനെ നശിപ്പിച്ച് കളയണം എന്ന് പറയും. പക്ഷേ അതിൽ നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടും എന്ന് പറയും. ഇത് കേട്ട് ഭയങ്കര പിന്നെ
സെൻറ്റിമെൻറ്റ്സ് പോലത്തെ രീതിയിലാണ് ആദ്യം ഡെഡ്പൂൾ വോൾവേറിനെ പുറത്തേക്ക് ആക്കിയിട്ട് ഡെഡ്പൂൾ മാത്രം പോയിട്ട് അത് കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് വോൾവേറിനും ബിൽഡിംഗ് പൊളിച്ച് അകത്ത് കയറി അവനും കൂടി അതിൽ ചേർന്ന് കണ്ടക്ട് ചെയ്യിപ്പിച്ചിട്ട് ആ ടൈം റിപ്പർ നശിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ലൈഫ് കേടായി പോകുന്നു. പക്ഷേ ആ ടൈം റിപ്പർ നശിച്ച വഴി നമ്മുടെ കസാൻഡ്ര നോവയും ചാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B-15 നമ്മുടെ ലോക്കിയിലുള്ള B-15 ടൈം വേരിയൻറ്റിൻ്റെ TV-യുടെ B-15 വന്നിട്ട് നമ്മുടെ പാരഡോക്സിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ TV അറിയാതെയാണ് ടൈം റിപ്പർ എന്ന് പറഞ്ഞ സംഭവം പാരഡോക്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ടൈം റിപ്പർ നശിച്ചു പോയി എന്ന് പറയും നമ്മുടെ പാരഡോക്സ്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് വോൾവേറിനും ഡെഡ്പൂൾ എന്ന് പറയും ആ നിമിഷം. പക്ഷേ ഡെഡ്പൂളും വോൾവേറിനും സ്ലോ മോഷനിൽ നടന്നു വരുന്നത് കാണിക്കും. അതായത് അവർ രണ്ടുപേരും കൂടി ചേർന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റില്ല. അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാണ് ടൈം റിപ്പർ പൊട്ടിത്തെറിച്ചാലും. ലാസ്റ്റിൽ നമ്മുടെ B-15 അടുത്ത് നമ്മുടെ വെയ്ഡ് അതായത് നമ്മുടെ ഡെഡ്പൂൾ പറയുന്നുണ്ട് നമ്മുടെ ലോകൻ്റെ പാസ്റ്റ് ഒന്ന് മാറ്റാമോ, ആൾക്ക് പാസ്റ്റ് ഒന്ന് മാറ്റാമോ നമ്മുടെ ഈ ടൈം ലൈനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ B-15 പറയുന്നത് ആളുടെ പാസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ആൾ ഇപ്പോഴും ആങ്കർ ബീനാവുന്നത്. അതുകൊണ്ട് ആളിപ്പോൾ ഇനിയിപ്പോൾ ഈ ലോകത്തേക്ക് വന്നു. ഈ ലോകത്ത് വന്നുകൊണ്ട് ഈ യൂണിവേഴ്സ് സേഫ് ആവും. പിന്നെ നമ്മുടെ വെയ്ഡ് വിൽസൺ നമ്മുടെ ഡെഡ്പൂൾ പറയും ബാക്കി കുറച്ച് പേരും കൂടി ഉണ്ട് വോയിഡിൽ, അവരെയും കൂടി ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന് പറയും. അങ്ങനെ നോക്കാം എന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ വെയ്ഡ് വിൽസണും നമ്മുടെ ലോഗനും ലോറ അവൻ്റെ ഫ്രണ്ട്സ് മറ്റു കൊളോസ് പിന്നെ ബാക്കി എക്സ്മെൻ അങ്ങനെ കുറച്ച് പേരൊക്കെ അവരുടെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് കേക്ക് മുറിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അവിടെ അവൻ്റെ ഗേൾ ഫ്രണ്ടുണ്ട്, എക്സ് ഗേൾ ഫ്രണ്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി കൂടുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ലോഗൻ ആളുടെ പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആളുടെ കൂടെ ലോറയും ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ വോൾവേറിയൻ നമ്മുടെ ലോഗൻ പതുക്കെ ഡെഡ്പൂളിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്ന് ഒന്നുകൂടി നിങ്ങൾക്ക് മുട്ടിക്കൂടെ, അങ്ങനെ മുട്ടാൻ വേണ്ടി പറയണം. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ വെയ്ഡ് വിൽസൺ പതുക്കെ നമ്മുടെ വെനസേനെ അടുത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതായത് അവർ ഒന്നിക്കുമായിരിക്കും എന്ന് കാണിക്കുന്നു. അങ്ങനെയാണ് ആ മൂവി അവസാനിപ്പിക്കുന്നത്. പിന്നെ ക്രെഡിറ്റ് സീനിൽ ഫുള്ളും കാണിക്കുന്നത് പഴയ എക്സ്മെൻ്റെ ഷൂട്ടിങ്ങും എലക്ട്ര ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ പുതിയതും പഴയതിൻ്റെ ഷൂട്ടിംഗ് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ശരിക്കും ഡെഡ്പൂൾ ജോണി സ്റ്റോമിനെ കൊന്നതാണെന്ന് പറഞ്ഞിട്ടാണ് വോൾവേറിയൻ പറയുന്നത്. കാര്യം അത് തന്നെ അതിനെ കുറ്റം പറയുന്നത് കാര്യങ്ങളൊക്കെ ഡെഡ്പൂൾ കസാൻഡ്രയുടെ അടുത്ത് പറഞ്ഞാണ് കസാൻഡ്ര ജോണി സ്റ്റോമിനെ കൊന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ടൈം ലൈൻ TV-യിൽ പോയിട്ട് ആൾ ചെക്ക് ചെയ്ത് കാണിച്ച് തരാണ് നമ്മളെ. അത് ചെറിയൊരു ഹ്യൂമർ എലമെൻ്റ് ആയിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വോൾവേറിയൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ. പിന്നെ ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇനിയും ആഡ് ചെയ്യാം. നിങ്ങൾക്കും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിങ് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.